പിന്നെയും ഒരുപാട് ദിവസങ്ങൾ കടന്നു പോകുന്നു. ഒരിക്കൽ ഒരു കസ്റ്റമർ അവളോട് തട്ടിക്കയറുന്നു. അവൾ ഒരുപാട് നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾക്കതിന് സാധിക്കാതെ അവൾ പൊട്ടിത്തെറിക്കുകയും വീണ്ടും കട കത്തുകയും ചെയ്യുന്നു. അവൾക്ക് ദേഷ്യം വരുമ്പോൾ അവളുടെ കളർ പെർപ്പിൾ ആവുന്നത് കണ്ട് അവിടെയുള്ളവർ ഇങ്ങനെയൊരു ഫയർ എലമെന്റിനെ താൻ കണ്ടിട്ടേയില്ല എന്ന് പറയുന്നു. ബേണി ആ കസ്റ്റമറിന്റെ അടുത്തേക്ക് പോയി അവരെ സമാധാനത്തോടെ പറഞ്ഞയക്കുന്നു. എംബർ ആകട്ടെ അച്ഛനോട് സോറിയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മാത്രം എന്താ ഇങ്ങനത്തെ കസ്റ്റമേഴ്സ് ഒക്കെ വരുന്നത് എന്ന് ചോദിക്കുന്നു. അച്ഛനും അവളെ സമാധാനിപ്പിച്ചിട്ട് ഇതൊക്കെ നീ പതിയെ പഠിച്ചെടുത്തോളും എന്നൊക്കെ പറഞ്ഞ് കുക്ക് ചെയ്യുന്നു. പെട്ടെന്ന് ബേണി ചുമക്കുന്നത് കണ്ട് എംബർ അച്ഛന്റെ അടുത്തേക്ക് പോയി ആ ജോലിയൊക്കെ ചെയ്യുന്നു. അവിടെ ഉണ്ടായിരുന്നവർ അവനോട് ഇനി ഈ കടയൊക്കെ എംബറിനെ ഏൽപ്പിച്ച് റെസ്റ്റ് എടുക്കാൻ പറയുന്നു. അവനും ഒന്ന് ചിരിച്ചിട്ട് എന്റെ മകൾ കട ഏറ്റെടുക്കാൻ എപ്പോഴേ റെഡി ആയിട്ടുണ്ട് എന്ന് പറയുന്നു. എംബർ അവരോട് നിങ്ങൾ ഇങ്ങനെ മടിച്ചിരിക്കാതെ എന്തെങ്കിലും സാധനം വാങ്ങി ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കൂടുതൽ റെഡിയാകും എന്ന് പറയുന്നു. അവരും അതൊക്കെ കേട്ട് ചിരിക്കുന്നു.